ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ ഗവേണിംഗ് ബോഡീസിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അതോറിറ്റീസ് ഏതൊക്കെയാണ് ഈ ഒരു അലയൻസസിൻ്റെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ നമുക്ക് ജനറൽ അസംബ്ലി വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ് വരുന്നുണ്ട്, റീജിയണൽ അസംബ്ലീസ് വരുന്നുണ്ട്, പിന്നെ റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് വരുന്നുണ്ട്, ഓഡിറ്റഡ് കൺട്രോൾ കമ്മിറ്റീസും വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് അതിൻ്റെ ഗവേണിംഗ് ബോഡീസിൽ വരുന്നത്. നോക്കാം നമുക്ക്. നമുക്കറിയാം ICA എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് ഇപ്പോൾ ലോകത്തിലെ തന്നെ എല്ലാ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളെയും ഒന്നിപ്പിക്കുകയും അതുപോലെ തന്നെ അവയൊക്കെ സെർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അലയൻസസ്. പിന്നെ നമ്മൾ പറഞ്ഞു അതൊരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടെയാണ് ഈ ICA എന്ന് പറയുന്നത്. അപ്പോൾ ICAയിലെ റൂൾസ് അനുസരിച്ചിട്ട്, അതായത് 2003 സെപ്റ്റംബർ 4 അവരുടെ ജനറൽ അസംബ്ലി അപ്രൂവ് ചെയ്തിട്ടുള്ള ചട്ടം, ആ റൂൾസ് അനുസരിച്ചിട്ട് ICAയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ 20 മെമ്പർ ഗവേണിംഗ് ബോഡീസാണ്. അതായത് 20 അംഗങ്ങളുള്ള ഗവേണിംഗ് ബോർഡുണ്ട്. പിന്നെ ജനറൽ അസംബ്ലി, 4 റീജിയണൽ ഓഫീസസ്, പിന്നെ 8 സെക്ടറൽ ഓർഗനൈസേഷൻസ്, 4 തെമാറ്റിക് കമ്മിറ്റീസ്. ഇതടങ്ങുന്നതാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ, ICA സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 20 മെമ്പർ ഗവേണിംഗ് ബോർഡ്, ജനറൽ അസംബ്ലി, 4 റീജിയണൽ ഓഫീസസ്, 8 സെക്ടറൽ ഓർഗനൈസേഷൻ ആൻഡ് 4 തെമാറ്റിക് കമ്മിറ്റി. ഇത്രയടങ്ങുന്നതാണ് അവരുടെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഈ ഒരു ജനറൽ അസംബ്ലിയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു നിയമപ്രകാരം ICAയുടെ പ്രസൻറ്റ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്: ജനറൽ അസംബ്ലി, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്, റീജിയണൽ അസംബ്ലീസ്, റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ്, ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് മാനേജ് ചെയ്യുന്നത്, ഈ ഒരു അലയൻസസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ അസംബ്ലി, പൊതുസഭ എന്ന് പറയും. പൊതുസഭ അല്ലെങ്കിൽ പൊതുസമ്മേളനം മീൻസ് അത് അവരുടെ പൊതുസഭയാണ് ജനറൽ അസംബ്ലി. അപ്പോൾ നോക്കാം നമുക്ക് അതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ ICAയുടെ ഹയ്യസ്റ്റ് അതോറിറ്റിയാണ് ജനറൽ അസംബ്ലി. അതുപോലെ തന്നെ അവരുടെ ഹയ്യസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡി കൂടിയാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ദെൻ ജനറൽ അസംബ്ലിയിലെ ആരൊക്കെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ സെക്ടറൽ ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 8 സെക്ടറൽ ഓർഗനൈസേഷനാണ് ICA സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ആ 8 സെക്ടറൽ ഓർഗനൈസേഷനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഓരോ അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ തെമാറ്റിക് കമ്മിറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ ഉണ്ടായിരിക്കും. അപ്പോൾ 1 റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഈച്ച് സെക്ടറൽ ഓർഗനൈസേഷൻ ആൻഡ് 1 റെപ്രസെൻറ്റേഷൻ ഫ്രം തെമാറ്റിക് കമ്മിറ്റീസ്. പിന്നെ വരുന്നത് ICAയുടെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ചേരുന്നതാണ് അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ICAയുടെ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ഇനി ഒരു രാജ്യത്തിൽ നിന്നുള്ള മാക്സിമം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 25 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ പ്രസിഡൻറ്റിനെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ, പ്രസിഡൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രസിഡൻറ്റ് കൂടാതെ 25 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഏതിൽ നിന്ന്, ഒരു രാജ്യത്തിൽ നിന്ന് വരാനായിട്ട് പാടുള്ളൂ. കാരണം ICAയുടെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൽ തന്നെ ഒരുപാട് അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ഓർഗനൈസേഷനും റെപ്രസെൻ്റ് ചെയ്ത അംഗങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റെപ്രസെൻറ്റേഷൻ ഓഫ് എ കൺട്രി ഈസ് ലിമിറ്റഡ് ടു 25 എക്സ്ക്ലൂഡിങ് ദ പ്രസിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിലെ അംഗങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു ജനറൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇവരെ ഒക്ടോബർ 1992
ടോക്കിയോയിലെ ICAയുടെ 30ാമത് കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 30th കോൺഗ്രസ്സിനെ മുൻപായിട്ട് നിലനിന്നിരുന്ന ഈ ഒരു സെൻട്രൽ കമ്മിറ്റിയും കോൺഗ്രസ്സും സംയോജിതമായിട്ടാണ് ഈ ഒരു ജനറൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നമ്മൾ പറഞ്ഞു ഇത് സുപ്രീം അതോറിറ്റി ഓഫ് ICA ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സുപ്രീം അതോറിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അലയൻസസിൻ്റെ റൂൾസ്, അതിൻ്റെ ഒബ്ജക്റ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനുള്ള പവർ, അധികാരം ആർക്കാണ്? ജനറൽ അസംബ്ലിക്ക് ആണ്. അപ്പോൾ ICAയിലെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ICAയുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും നിയമങ്ങളൊക്കെ അതിനോട് യോജിക്കുന്ന അല്ലെങ്കിൽ അതനുസരിക്കുന്ന ഓർഗനൈസേഷനുകൾക്കാണ് അതിലെ മെമ്പർഷിപ്പ് ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ ഓർഗനൈസേഷൻ ICAയുടെ റൂൾസിനോ ഒബ്ജക്റ്റിനോ ഇൻട്രസ്റ്റിനോ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ നിൽക്കുകയാണെങ്കിൽ ആ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ജനറൽ അസംബ്ലിക്കാണ്. നമുക്ക് നോക്കാം ജനറൽ അസംബ്ലിയുടെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത് പറയുന്നത് ഇപ്പോൾ ബഡ്ജറ്റും ICAയുടെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ വർക്ക് പ്രോഗ്രാം, അതൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള പവർ, അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ജനറൽ അസംബ്ലി ആണ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക, പിന്നെ ഈ ബോർഡിലേക്കുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്, ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ്. അവരുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളത്. പിന്നെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, അത് റാറ്റിഫൈ ചെയ്യുക, അതിനെ അപ്രൂവ് ചെയ്യുക, അംഗീകാരം നൽകുന്നത് ജനറൽ അസംബ്ലിയാണ്. അതുപോലെ തന്നെ ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ജനറൽ ഡയറക്ടറെ അപ്പോയിൻ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ജനറൽ അസംബ്ലി ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ ഫങ്ഷനുകൾ വരുന്നത്. പിന്നെ ഈ ഒരു അസംബ്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇവരെ മീറ്റ് ചെയ്തിരിക്കും. അതവിടെ ഒരു നിയമമാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും ജനറൽ അസംബ്ലി അവരംഗങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ICAനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ജനറൽ അസംബ്ലി ഹോൾഡ് ചെയ്യുന്ന അതിലെ മെമ്പേഴ്സ്, ഒന്നോ അതിലധികമോ മെമ്പേഴ്സ് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരെ ചെയ്യുകയും ചെയ്യാം ഇതിലേക്ക്. പിന്നെ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വേണമെങ്കിൽ ജനറൽ അസംബ്ലിക്ക് വിളിച്ചു ചേർക്കാവുന്നതാണ്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഓഫ് 1/5 ഓഫ് മെമ്പേഴ്സാണ്. അതായത് മൊത്തം മെമ്പേഴ്സിലെ 5/1 അംഗങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/5 ഓഫ് ദ ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ് വോട്ടഡ് ഇൻ ദ ജനറൽ അസംബ്ലി, അല്ലേ? മൊത്തം റെപ്രസെൻറ്റേറ്റീവ്സിലെ തന്നെ 5/1 അംഗങ്ങൾ പൊതുസഭയിൽ, അതായത് ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ നോർമലി അവർ എവറി 2nd ഇയർ അവരെ മീറ്റ് ചെയ്തിരിക്കണം. പിന്നെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് അവർക്ക് കൺവീൻ ചെയ്യാവുന്നതാണ്. അത് ഒന്നുകിൽ മെമ്പേഴ്സിൻ്റെ 5/1 പേര് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തിട്ട് ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ്സിലെ 5/1 മെമ്പേഴ്സ് അല്ലെങ്കിൽ 5/1 റെപ്രസെൻറ്റേറ്റീവ്സ് ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തുകൊണ്ടും അവർക്ക് മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്. പിന്നെ മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്, അതായത് എല്ലാ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള അംഗങ്ങൾക്കാണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ അരിയേഴ്സൊക്കെ വരുത്തിയിട്ടുള്ള ആളുകളൊക്കെ വരാമല്ലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസൊക്കെ ICAയുമായിട്ട് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം? മെമ്പർ ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ ഹിസ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. പിന്നെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ കൺട്രി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ടു ICA. നമ്മൾ പറഞ്ഞു
ഗവേണിംഗ് ബോഡിയിലെ നമ്മൾ ഇതിലെ പറഞ്ഞതാണ് എന്താ മാക്സിമം ലിമിറ്റ് അല്ലേ, ഒരു രാജ്യത്തിൽ നിന്ന് പരമാവധി 25 റെപ്രസെൻറ്റേറ്റീവ്സേ ജനറൽ അസംബ്ലിയിലേക്ക് പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു രാജ്യത്തിൽ നിന്ന് എത്ര ആവാം എന്നുള്ളത് ICAയിലേക്ക് അവർ നൽകുന്ന സബ്സ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്സിമം 25 ആണ്. ആ 25-ൽ തന്നെ എത്ര ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് ആവാം എന്നുള്ളത് അവരുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ ജനറൽ അസംബ്ലിയിലെ നമുക്ക് ഇത്രയൊക്കെയാണ് വരുന്നത്. അടുത്തത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡിനെ നമ്മൾ ജസ്റ്റ് ബോർഡ് എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യാറ്. ബോർഡ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഈ ഒരു റൂൾസിലത്തെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ 2003 സെപ്റ്റംബർ 4 ജനറൽ അസംബ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ട് കുറേ നിയമങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂൾസിലെ ആർട്ടിക്കിൾ 18 പ്രകാരമാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ICA ബോർഡിലെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 4 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരിക്കും, പിന്നെ ജനറൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 15 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും പേരടങ്ങുന്നതാണ് ICA ബോർഡ്. അപ്പോൾ 1 പ്രസിഡന്റ്, 5 പ്രസിഡന്റ്, ദെൻ 15 മെമ്പേഴ്സ് ഇലക്റ്റഡ് ബൈ ജനറൽ അസംബ്ലി. ദെൻ ഇവരുടെ ടെന്യൂവർ അല്ലെങ്കിൽ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 4 years ആണ്. അപ്പോൾ 4 വർഷത്തേക്കാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ ഒരു പീരീഡിനകത്ത് വാക്കൻസി ഉണ്ടാകുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ജനറൽ അസംബ്ലിയിലെ അതിലെ ഇലക്ഷൻ നടത്തിയിട്ട് ആ ഇലക്ഷനിലൂടെ ഇത് ചെയ്യാം, ആ വേക്കൻസി ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ 4 വർഷത്തേക്കാണ് അവരെ എടുക്കുന്നത്, ഇലക്ട് ചെയ്യുന്നത്. പക്ഷേ ആ പീരീഡിനുള്ളിൽ വേക്കൻസി വരികയാണെങ്കിൽ തുടർന്ന് വരുന്ന ജനറൽ അസംബ്ലി അതിലെ ഇലക്ഷനിലൂടെ ആ വേക്കൻസി ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ബോർഡിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ICAക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ് ബോർഡിൻ്റെ ഫങ്ഷൻസ്. അതുപോലെ തന്നെ ICAയുടെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡാണ്. അപ്പോൾ ബോർഡിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ICAക്ക് വേണ്ടി ഗ്ലോബൽ സ്ട്രാറ്റജീസ് അല്ലേ, ആഗോളതന്ത്രങ്ങൾ അത് വികസിപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ICAയുടെ ഫങ്ഷനിങ് സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ദെൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ബോർഡ് മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ തീരുമാനപ്രകാരമാകാം, അല്ലെങ്കിൽ മൊത്തം മെമ്പേഴ്സിലെ 1/3 മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമോ ആകാവുന്നതാണ്. ഇന്ന് വർഷത്തിൽ ഒരിക്കൽ അവരെന്തായാലും മീറ്റിംഗ് വിളിച്ചിരിക്കണം. അത് പ്രസിഡൻറ്റിനെ തീരുമാനിക്കാം, അല്ലെങ്കിൽ മൊത്തം മെമ്പേഴ്സിലെ 1/3 മെമ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മീറ്റിംഗ് വിളിക്കാം. പിന്നെ ഒരു രാജ്യത്തിൽ നിന്ന് ബോർഡിലേക്കുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ഷാൽ നോട്ട് എക്സീഡ് 1. അപ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ബോർഡിലേക്ക് ഉണ്ടായിരിക്കുക. അത് പ്രസിഡന്റ് ഒഴികെയാണ് കേട്ടോ. പ്രസിഡന്റ് പ്ലസ് 1 മെമ്പർ ആവാം. അപ്പോൾ പ്രസിഡന്റ് ഒഴികെ ഒരു രാജ്യത്തിൽ നിന്ന് ഒരാളായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഈ ഒരു ബോർഡിലെ മെമ്പേഴ്സിൻ്റെ പ്രാതിനിധ്യം അവസാനിക്കും ചില കാര്യങ്ങളിൽ അവർ വീഴ്ച വരുത്തുകയാണെങ്കിൽ. അപ്പോൾ നോക്കാം നമുക്ക് എപ്പോഴൊക്കെയാണ് ബോർഡിലുള്ള മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ സീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് എപ്പോഴൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഇഫ് ദർ ഈസ് അരിയർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ്. ഇപ്പോൾ ICAയിലേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു ഇല്ലേ, നമ്മൾ പറഞ്ഞതാണ് മെമ്പർ ഓർഗനൈസേഷനുകളും അസോസിയേറ്റ്സും ഒക്കെ. അപ്പോൾ മെമ്പേഴ്സും അസോസിയേറ്റ്സും ആനുവൽ സബ്സ്ക്രിപ്ഷൻ നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആനുവൽ സബ്സ്ക്രിപ്ഷനിലെ അരിയറ വരുത്തി കഴിഞ്ഞാൽ അവരുടെ അംഗത്വം നഷ്ടപ്പെടുന്നതാണ്, ബോർഡിലുള്ള അംഗത്വം നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ, അതായത് ഇപ്പോൾ ഈ ഒരു മെമ്പറെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ICAയിലെ മെമ്പർഷിപ്പ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെമ്പറുടെ ബോർഡിലുള്ള അംഗത്വവും അവസാനിക്കുന്നതാണ്.
അപ്പോൾ മെമ്പർ, ആ ഒരു ബോർഡ് മെമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഓർഗനൈസേഷൻ ICA മെമ്പർഷിപ്പ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോർഡ് മെമ്പർ എന്നുള്ള ആ ഒരു ഇത് അവസാനിക്കുന്നതാണ്. ദെൻ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നോമിനേറ്റ് ചെയ്ത അംഗമുണ്ടല്ലോ, നോമിനേറ്റിംഗ് മെമ്പർ. ഇപ്പം നോമിനേറ്റ് ചെയ്ത അംഗത്തിൻ്റെ, അതായത് ഈ ബോർഡ് മെമ്പറിനെ നോമിനേറ്റ് ചെയ്ത അംഗത്തിൻ്റെ അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, അദ്ദേഹത്തിൻ്റെ അംഗീകൃത പ്രാതിനിധ്യം അദ്ദേഹം അവസാനിപ്പിക്കുകയാണെങ്കിലും ബോർഡ് മെമ്പറുടെ അയാളുടെ അംഗത്വം അവസാനിക്കുന്നതാണ്. അപ്പം എന്താ പറയുന്നത്, ഈ ബോർഡ് മെമ്പറിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ അദ്ദേഹത്തിൻ്റെ അംഗീകൃത പ്രാതിനിധ്യം, അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആരുടെ റെപ്രസെൻറ്റേഷനും അവസാനിക്കുന്നതാണ്, ബോർഡ് മെമ്പറുടെ പ്രാതിനിധ്യവും അതിൽ അവസാനിക്കുന്നതാണ്. ദെൻ ഇനി വൈസ് പ്രസിഡൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇഫ് ഹി സീസസ് ടു ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് റെസ്പെക്റ്റീവ് റീജിയണൽ അസംബ്ലി, അതായത് അദ്ദേഹം ആ ഒരു റെസ്പെക്റ്റീവ് റീജിയണൽ അസംബ്ലിയിൽ പ്രതിനിധിയാകുന്നത് അത് അവസാനിക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോർഡ് മെമ്പർ, ആ ഒരു മെമ്പർഷിപ്പ് അത് പോകുന്നതാണ്. അപ്പോൾ ബോർഡിലെ നമ്മൾ പറഞ്ഞു വൈസ് പ്രസിഡൻറ്റുമാരുണ്ടെന്ന് അല്ലേ, 4 വൈസ് പ്രസിഡൻറ്റുമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ 4 വൈസ് പ്രസിഡൻറ്റുമാരുണ്ടെങ്കിൽ അവരുടെ കാര്യം എടുക്കുമ്പോൾ അവരുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ അവസാനിക്കും. എങ്ങനെയാണെങ്കിൽ അവരെ ഏത് റീജിയണൽ അസംബ്ലിയിലാണോ അവരെ വരുന്നത്, ആ റീജിയണൽ അസംബ്ലിയുടെ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ്നെസ് അവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അവരുടെ അംഗത്വം അവസാനിക്കുന്നതാണ്. ഇത്രയും ഈ ഒരു 4 കേസുകളിലെ ബോർഡിലെ മെമ്പേഴ്സിൻ്റെ പ്രാതിനിധ്യം അവസാനിക്കുന്നതാണ്. ദെൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 19 ഓഫ് ദ റൂളാണ് ബോർഡിൻ്റെ പവേഴ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പവേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് ബോർഡിൻ്റെ അധികാരങ്ങൾ. ഒന്ന്, ICAയുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ബോർഡിനാണ് അല്ലേ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡാണ്, അപ്പോൾ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICAയുടെ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അതുപോലെ തന്നെ ICAക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുന്നത് ബോർഡാണ്. അതുപോലെ ഇപ്പോൾ മെമ്പർ അപ്ലിക്കേഷൻസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ICAയിലേക്ക് മെമ്പർഷിപ്പ് നൽകുന്നത് ഈ ബോർഡാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻസ് അപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മെമ്പറായിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ബോർഡാണ്. അപ്പോൾ ആ ഒരു മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ്റെ മുകളിൽ തീരുമാനം എടുക്കുക, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടല്ലോ അതിലെ ഡിസിഷൻ എടുക്കുന്നത് ബോർഡാണ്. അതുപോലെ തന്നെ ജനറൽ അസംബ്ലിയുടെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ അജണ്ട പ്രിപ്പയർ ചെയ്യുക മീറ്റിങ്ങിൻ്റെ, അത് ബോർഡാണ് ചെയ്യുന്നത്. പിന്നെ ICA ബജറ്റ് മോണിറ്റർ ചെയ്യുക, അത് അപ്രൂവ് ചെയ്യുക, അതിന് അംഗീകാരം നൽകുന്നത് ബോർഡാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ്, മോർഗേജ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങുക വിൽക്കുക, അതിനെ ഈ വക കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജനറൽ അസംബ്ലിയിൽ അതിൻ്റെ കൺഫർമേഷൻ നേടുന്നതിനും അതിൻ്റെ സ്ഥിരീകരണം നേടുന്നതിനുള്ള അധികാരം ബോർഡിനാണ്. അപ്പോൾ ഈ ICAയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ്, മോർഗേജ്, പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്, അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്യും. ജനറൽ അസംബ്ലിയിൽ അതിൻ്റെ കൺഫർമേഷൻ നേടുന്നതും അതിനുള്ള അധികാരം ബോർഡിനാണ് വരുന്നത്. അതുപോലെ തന്നെ ICAയുടെ സെക്ടറൽ ഓർഗനൈസേഷനുകളുടെയും തെമാറ്റിക് കമ്മിറ്റീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അവരുടെ ടേംസ് ഡിസൈഡ് ചെയ്യുന്നതും ബോർഡാണ്. ഇപ്പോൾ 4 തെമാറ്റിക് കമ്മിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു, പിന്നെ 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്ടറൽ ആൻഡ് തെമാറ്റിക് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും
അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ഡിസൈഡ് ചെയ്യുന്നതും. അപ്പോൾ തെമാറ്റിക് കമ്മിറ്റി പോലെ തന്നെ സെക്ടറൽ കമ്മിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേംസ് ഡിസൈഡ് ചെയ്യുന്നതും ബോർഡാണ്. അതുപോലെ തന്നെ ICAയുടെ ഡയറക്ടർ ജനറൽ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ബോർഡിനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ICAയുടെ ഇപ്പോൾ ICAക്ക് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കമ്മിറ്റി വരുന്നുണ്ട്. അവരുടെ ഗവേണിംഗ് ബോർഡിൽ വരുന്നതാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അപ്പോൾ ഈ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നത് ബോർഡാണ്. അപ്പോൾ അവരുടെ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട്സ് അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു റിപ്പോർട്ട് റിസീവ് ചെയ്യുക എന്നുള്ളത് ബോർഡിൻ്റെ അതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിഡൻ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിനെ പകരമായിട്ട് ബോർഡ് മെമ്പറെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം ബോർഡിനാണ് വരുന്നത്. അതുപോലെ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ബോർഡാണ്. ദെൻ ഓഡിറ്ററിൽ നിന്നുള്ള ആനുവൽ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നതും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡാണ്. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ് എന്താണെന്നുള്ളത് കണ്ടു. ദെൻ അതിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ദെൻ നമുക്ക് തേർഡ് ഗവേണിംഗ് ബോഡീസ് വരുന്നത് റീജിയണൽ അസംബ്ലീസ് ആണ്. റീജിയണൽ അസംബ്ലീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് റീജിയണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, റീജിയണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അതുപോലെ തന്നെ റീജിയണൽ ലെവലിൽ പ്രാദേശിക തലത്തിലെ ICA മെമ്പേഴ്സ് തമ്മിലുള്ള കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിനായിട്ടാണ് ഈ ഒരു റീജിയണൽ അസംബ്ലീസ് രൂപീകരിച്ചിരിക്കുന്നത്. ആ പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, പ്രാദേശികമായിട്ടുള്ള അതാണ് അസംബ്ലിയാണ്. അപ്പോൾ അവിടെ അവർ പ്രധാനമായിട്ടും ആ ഒരു റീജിയണൽ അസംബ്ലി രൂപീകരിക്കുന്നത് എന്തിനു തന്നെയായിരിക്കും, നമുക്കത് ഒന്ന് ചിന്തിച്ചാൽ പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും അതിനുള്ള ഒരു വേദി അത് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ വരുന്ന ICA മെമ്പേഴ്സ് അവർ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടെയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ICAയുടെ ഗവേണിംഗ് ബോഡിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഏത് റീജിയണൽ അസംബ്ലി. അപ്പം അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ദെൻ റീജിയണൽ അസംബ്ലീസ് രൂപീകരിച്ചിരിക്കുന്നത് ഓരോ ജോഗ്രഫിക്കൽ ഏരിയാസിനും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റീജിയണൽ അസംബ്ലീസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. പ്രാദേശിക തലത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ അത് ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനും പിന്നെ ICA മെമ്പേഴ്സിനിടയിലെ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി നോക്കാം നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് റീജിയണൽ അസംബ്ലീസ് ചെയ്യുന്നത്. ഒന്നാമത് പറയുന്നത് ജനറൽ അസംബ്ലിയിലെ തീരുമാനങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കേണ്ട ചുമതല റീജിയണൽ അസംബ്ലിക്കാണ്. ഇപ്പോൾ ജനറൽ അസംബ്ലിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാദേശിക തലത്തിൽ റീജിയണൽ ലെവലിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ആരാണ്? റീജിയണൽ അസംബ്ലീസ് ആണ്. പിന്നെ റീജിയണൽ വർക്ക് പ്രോഗ്രാമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് റീജിയണൽ അസംബ്ലിയുടെ ധർമ്മമാണ്. പിന്നെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ICAയിലെ വൈസ് പ്രസിഡൻ്റായിട്ട് സെർവ് ചെയ്യുന്നതിനെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് റീജിയണൽ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു, അദ്ദേഹം ICAയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് സെർവ് ചെയ്യുന്ന ആളായിരിക്കും ഇതിലെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക. പിന്നെ ICA മെമ്പേഴ്സ് തമ്മിലുള്ള സഹകരണം പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ പ്രാദേശിക തലത്തിൽ ICA അംഗങ്ങൾ തമ്മിലുള്ള
കോപ്പറേഷൻ ഓർ കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യുക, അത് ഇവരുടെ ഒരു ഫങ്ഷനാണ്. പിന്നെ നമ്മൾ പറഞ്ഞ തന്നെ റീജിയണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് റീജിയണൽ അസംബ്ലീസിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ദെൻ ദർ ആർ 4 റീജിയണൽ അസംബ്ലീസ്. നമുക്ക് 4 റീജിയണൽ അസംബ്ലികളാണ് വരുന്നത്. ഒന്ന് റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പാണ്. പിന്നൊന്ന് വരുന്നത് റീജിയണൽ അസംബ്ലി ഫോർ ആഫ്രിക്ക, ദെൻ റീജിയണൽ അസംബ്ലി ഫോർ അമേരിക്ക, റീജിയണൽ അസംബ്ലി ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. ഇങ്ങനെ 4 റീജിയണൽ അസംബ്ലീസ് ആണ് ഇതിൻ്റെ ഈ ഒരു ഗവേണിംഗ് ബോർഡിൽ വരുന്നത്. അപ്പം അതിലെ റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പ് എന്ന് പറയുമ്പോൾ അതിലെ വരുന്നത് ആരാണ്? എല്ലാ മെമ്പർ ഓർഗനൈസേഷനും, യൂറോപ്പിൽ ഹെഡ് ഓഫീസുള്ള എല്ലാ മെമ്പർ ഓർഗനൈസേഷനുകളും റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പിലാണ് വരുന്നത്. അപ്പോൾ യൂറോപ്പിൽ ഹെഡ് ഓഫീസുള്ള ICAയുടെ എല്ലാ മെമ്പർ ഓർഗനൈസേഷനുകളും ഏതിൽ ഉൾപ്പെടുന്നു? റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പിൽ ഉൾപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് റീജിയണൽ അസംബ്ലി ഫോർ ആഫ്രിക്കയാണ് അല്ലേ. അപ്പോൾ അവിടെ ആരൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക? ആഫ്രിക്കയിലും അതുപോലെ തന്നെ അഡ്ജസൻ്റ് ഐലൻഡിലും. അപ്പോൾ ആഫ്രിക്കയിലും അതിനടുത്തുള്ള ഐലൻഡുകളിലും ഹെഡ് ഓഫീസുള്ള എല്ലാ മെമ്പർ ഓർഗനൈസേഷനുകളും റീജിയണൽ അസംബ്ലി ഫോർ ആഫ്രിക്കയിലാണ് വരുന്നത്. അപ്പോൾ ആഫ്രിക്കയിലും അതിനടുത്തുള്ള ദ്വീപുകളിലും ഹെഡ് ഓഫീസുള്ള എല്ലാ മെമ്പർ ഓർഗനൈസേഷൻസും റീജിയണൽ അസംബ്ലി ഫോർ ആഫ്രിക്കയിലാണ് വരിക. ദെൻ റീജിയണൽ അസംബ്ലി ഫോർ അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ മെമ്പർ ഓർഗനൈസേഷൻ വിത്ത് ഹെഡ് ഓഫീസ് ഇൻ നോർത്ത്, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക ആൻഡ് കരീബിയൻ. അപ്പോൾ നോർത്ത്, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ കരീബിയൻ, അപ്പോൾ അവിടെ ഹെഡ് ഓഫീസുള്ള എല്ലാ മെമ്പർ ഓർഗനൈസേഷനുകളും റീജിയണൽ അസംബ്ലി ഫോർ അമേരിക്കയിലാണ് വരുന്നത്. ദെൻ റീജിയണൽ അസംബ്ലി ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കിൽ വരുന്നത് ഏഷ്യ, ഓസ്ട്രേലിയ ആൻഡ് പസഫിക്. അവിടെ ഹെഡ് ഓഫീസുള്ള ICAയുടെ എല്ലാ മെമ്പർ ഓർഗനൈസേഷനുകളാണ് റീജിയണൽ അസംബ്ലി ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കിൽ വരുന്നത്. അപ്പം ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് റീജിയണൽ അസംബ്ലീസ് ആണ് ഏതിലെ വരുന്നത്? റീജിയണൽ അസംബ്ലിക്ക് വരുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഗവേണിംഗ് ബോഡീസ് എന്ന് പറയുന്നത് റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് ആണ്. ഇപ്പോൾ ഓരോ റീജിയനും അവരുടെ തന്നെ ഒരു റീജിയണൽ ബോർഡ് ഉണ്ടായിരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റീജിയനും നമ്മളിവിടെ പറഞ്ഞു 4 റീജിയണൽ അസംബ്ലീസ് ആണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഓരോ റീജിയനും ഇറ്റ്സ് ഓൺ റീജിയണൽ ബോർഡ്, അതാണ് റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഇലക്റ്റഡ് ബൈ റീജിയണൽ അസംബ്ലി. അപ്പോൾ അതിലെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, പിന്നെ റീജിയണൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരിക്കും. അവരെ ചേർന്നിട്ടുള്ളതാണ് റീജിയണൽ ഇലക്റ്റീവ് ബോർഡ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ ടെന്യൂറും 4 ഇയേഴ്സ് തന്നെയാണ്. അപ്പോൾ 4 വർഷത്തെ കാലാവധിക്ക് തന്നെയാണ് അവരേനെയും തിരഞ്ഞെടുക്കുന്നത്. ദെൻ ഈ ഒരു ബോർഡ് ഡിഫറെൻറ്റ് റീജിയനിലെ ഡിഫറെൻറ്റ് നെയിംസിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് 4 റീജിയണലാണ് ഉള്ളത്. റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പ്, ഫോർ അമേരിക്ക, ഏഷ്യ ആൻഡ് പസഫിക്, ദെൻ ആഫ്രിക്ക. ഇങ്ങനെ 4 റീജിയൺ അല്ലേ വരുന്നത്. ആ 4 റീജിയണിലും ഈ ഒരു ഇലക്റ്റീവ് ബോർഡ് 4 പേരിലാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ അത് അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നാണ്. അപ്പോൾ ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നാണ്. ആഫ്രിക്കയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ദെൻ അമേരിക്കയിൽ ഇത് അറിയപ്പെടുന്നത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് എന്നാണ്. കമ്മിറ്റി എക്സിക്യൂട്ടീവ്.
കമ്മിറ്റി എക്സിക്യൂട്ടീവോ എന്നുള്ള പേരിലാണ് അമേരിക്കയിൽ അറിയപ്പെടുന്നത്. ഏഷ്യ ആൻഡ് പസഫിക്കിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇതറിയപ്പെടുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അല്ലേ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ അവിടെ. ഏഷ്യ ആൻഡ് പസഫിക്കിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പേരിലാണ് ഈ ഒരു ഇലക്ടീവ് ബോർഡ് അറിയപ്പെടുന്നത്. ദെൻ യൂറോപ്പിലെ യൂറോപ്യൻ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൽ അറിയപ്പെടുന്നത് യൂറോപ്യൻ കൗൺസിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ 4 വ്യത്യസ്ത പേരുകളിലാണ് ഏത് അറിയപ്പെടുന്നത്, ഈ ഒരു ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അമേരിക്കയിലെ കമ്മിറ്റി എക്സിക്യൂട്ടീവോ, ഏഷ്യ ആൻഡ് പസഫിക്കിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, യൂറോപ്പിലെ യൂറോപ്യൻ കൗൺസിൽ. പിന്നെ ഈ ഒരു ബോർഡ് പ്രവർത്തിക്കുന്നത് ICA ബോർഡ് സമയാസമയങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള പോളിസി ഗൈഡ് ലൈൻസിൻ്റെയും ഡിസിഷൻസിനെയും അനുസരിച്ചിട്ടാണ് ഈ ഒരു ബോർഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ICA ബോർഡ് സമയാസമയങ്ങളിൽ അവരെ ലേ ഡൗൺ ചെയ്തിട്ടുള്ള പോളിസി ഗൈഡ് ലൈൻസും ഡിസിഷൻസൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ബോർഡിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത്. അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ഇപ്പോൾ ICA ബോർഡാണ് മെമ്പേഴ്സിനെ മെമ്പർഷിപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാത് റീജിയണിൽ നിന്നുള്ള മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതിനെ റെക്കമെൻഡേഷൻ നൽകുന്നത് ഈ ഒരു ഇലക്ടീവ് ബോർഡ് ആയിരിക്കും. അപ്പോൾ ICA ബോർഡിനെ മെമ്പേഴ്സിനെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതാത് റീജിയണിൽ നിന്നുള്ള മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ്റെ മുകളിൽ ശുപാർശ നൽകുന്നത് ആരാണ്? ഈ ഒരു ഇലക്ടീവ് ബോർഡാണ്. പിന്നെ അതാത് റീജിയണിലെ പ്രോഗ്രാംസുകളും ആക്ടിവിറ്റീസൊക്കെ നടപ്പിലാക്കുന്നതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഈ റീജിയണൽ ബോർഡാണ്. നമ്മൾ പറഞ്ഞു റീജിയണൽ അസംബ്ലീസിലെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവർ പ്രോഗ്രാംസൊക്കെ അല്ലേ, റീജിയണൽ വർക്ക് പ്രോഗ്രാംസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റീജിയണൽ അസംബ്ലീസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ പ്രോഗ്രാമുകൾ അതാത് റീജിയണുകളിലെ അത് നടപ്പിലാക്കുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതും റീജിയണൽ ബോർഡുകളായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അതാത് റീജിയണിലെ ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റ് എക്സാമിൻ ചെയ്യുന്നത് റീജിയണൽ ബോർഡാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ റീജിയണൽ ഡയറക്ടർ തയ്യാറാക്കുന്ന വർക്ക് പ്ലാനുകളും ആനുവൽ ബഡ്ജറ്റും അപ്രൂവ് ചെയ്യുന്നത് റീജിയണൽ ബോർഡായിരിക്കും. അപ്പോൾ ഈ റീജിയണൽ ഡയറക്ടേഴ്സ് തയ്യാറാക്കുന്ന വർക്ക് പ്ലാനും ആനുവൽ ബഡ്ജറ്റും ഒക്കെ ഫൈനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് ഡയറക്ടർ ജനറലിനും അതുപോലെ തന്നെ ICA ബോർഡിനും അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡയറക്ടർ ജനറലിനും ICA ബോർഡിനും സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു വർക്ക് പ്ലാനും ആനുവൽ ബഡ്ജറ്റിനും അപ്രൂവൽ നൽകുന്നത്, അത് അംഗീകാരം നൽകുന്നത്, അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു റീജിയണൽ ബോർഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. ദെൻ നമുക്കതിലെ ലാസ്റ്റ് വരുന്നത് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയാണ് അല്ലേ. ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത് ജനറൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 മുതൽ 5 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അപ്പോൾ ജനറൽ അസംബ്ലി അതിൻ്റെ മെമ്പർ റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് ഇലക്ട് ചെയ്തിട്ടുള്ള 3 to 5 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കമ്മിറ്റിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരിക്കും രൂപീകരിച്ചിട്ടുണ്ടായിരിക്കുക? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് മോണിറ്റർ ചെയ്യുന്നതിനും ദെൻ അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട്സ്
ICA ബോർഡിനും ജനറൽ അസംബ്ലിക്കൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനും അതിനൊക്കെ ആയിട്ടാണ് ഏത് രൂപീകരിച്ചിരിക്കുന്നത്? ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി രൂപീകരിച്ചു. ഒന്ന്, മോണിറ്റർ ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ, അതിൻ്റെ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക. ദെൻ അതിന് പുറമെ വേറെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ഇപ്പം ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് അല്ലേ, ഈ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമമായിട്ടുള്ള നടത്തിപ്പിനും പ്രവർത്തനത്തിനും അതിന് പ്രധാനമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് ബോർഡിനും ജനറൽ അസംബ്ലിക്കും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അതും ആര് ചെയ്യേണ്ടതാണ്? ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് അതിനെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അത്തരം മാറ്റേഴ്സിൽ ജനറൽ അസംബ്ലിക്കും ബോർഡിനും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അതൊക്കെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറൽ അസംബ്ലിയിലെ മെമ്പർ റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 മുതൽ 5 വരെയുള്ള അംഗങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുക. ദെൻ നോക്കാം നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയുടെ ഫങ്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന്, ICAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പരിശോധിക്കുക, അതിൻ്റെ ഒബ്ലിഗേഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ICAയുടെ ഒബ്ലിഗേഷൻസ് ഉണ്ടല്ലോ, അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത് എക്സാമിൻ ചെയ്യാം. പിന്നെ എങ്ങനെയൊക്കെയാണ് മെമ്പർ ഓർഗനൈസേഷൻസ് അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കുക. ഹൗ ദ ഒബ്ലിഗേഷൻ ഓഫ് മെമ്പർ ഓർഗനൈസേഷൻ ആർ ഫുൾഫിൽഡ്, അപ്പം അത് പരിശോധിക്കുക. ദെൻ എല്ലാ വർഷവും ICAയുടെ ഓഡിറ്ററെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വർഷവും പ്രതിവർഷം ICA ഓഡിറ്ററെ കൺസൾട്ട് ചെയ്യുക, അത് ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, ഫങ്ഷനാണ്. Then report to the General Assembly and to the board on matters which seem more important to them. അതുപോലെ തന്നെ ജനറൽ അസംബ്ലിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുല്ലോ, അവർക്ക് പ്രാധാന്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ, അതെന്തിനെ പ്രാധാന്യം? ഇവരുടെ എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷനെ പ്രാധാന്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അത്തരം മാറ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട്സുകൾ ജനറൽ അസംബ്ലിക്കും അതുപോലെ തന്നെ ബോർഡിനും നൽകുക. അപ്പം ഇത്രയൊക്കെയാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയുടെ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ICAയുടെ ഗവേണിംഗ് ബോഡീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ICAയുടെ ഗവേണിംഗ് ബോഡീസ് എന്ന് പറയുമ്പോൾ അതിലെ 5 അതോറിറ്റീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ജനറൽ അസംബ്ലി വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്, റീജിയണൽ അസംബ്ലീസ്, റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് ആൻഡ് ലാസ്റ്റ് വൺ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയാണ്. അതിലെ ജനറൽ അസംബ്ലി നമ്മൾ പറഞ്ഞു ഹയ്യസ്റ്റ് അതോറിറ്റിയാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്, സുപ്രീം അതോറിറ്റിയാണ്. അതിലെ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ ഓരോ സെക്ടറൽ ഓർഗനൈസേഷനിൽ നിന്നുള്ള 1 റെപ്രസെൻറ്റേറ്റീവ്സ്, തെമാറ്റിക് കമ്മിറ്റിയിൽ നിന്ന് 1 റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ അവരെ ICAയുടെ വർക്ക് പ്രോഗ്രാംസ് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നതൊക്കെ ഇവരാണ്. അതായത് ഹയ്യസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡിയാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. പിന്നെ ഇവരെ 2 വർഷം കൂടുമ്പോഴാണ് അവരെ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് അവർക്ക് വിളിക്കാവുന്നതാണ്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ജനറൽ അസംബ്ലിയുടെ വിളിക്കണമെങ്കിൽ മെമ്പേഴ്സിൻ്റെ 1/5 മെമ്പേഴ്സിൻ്റെ അഭ്യർത്ഥന, 1/5 അല്ലേ, 1/5 അംഗങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ 1/5 അംഗങ്ങളുടെ വോട്ട്, അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ്സിൽ വോട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു അവർ കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്
അതും 4 ഇയർ തന്നെയാണ് പീരീഡ് വരുന്നത്. ടെന്യൂവർ 4 ഇയർ ആണ്. അതിലെ പ്രസിഡന്റ്, 4 വൈസ് പ്രസിഡന്റ്, പിന്നെ ജനറൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുത്ത 15 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ദെൻ അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ICAക്ക് വേണ്ടി ഗ്ലോബൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ICAയുടെ ഫങ്ഷനിങ് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതുമാണ്. പിന്നെ വരുന്നത് റീജിയണൽ അസംബ്ലിയാണ്. റീജിയണൽ അസംബ്ലി രൂപീകരിച്ചിരിക്കുന്നത് റീജിയണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറം പ്രൊവൈഡ് ചെയ്യുന്നതിനും പിന്നെ ICA മെമ്പേഴ്സ് തമ്മിലുള്ള കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി, റീജിയണൽ ലെവലിലെ മെമ്പേഴ്സ് തമ്മിലുള്ള കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് 4 റീജിയണൽ അസംബ്ലീസ് ആണ് വരുന്നത്. റീജിയണൽ അസംബ്ലി ഫോർ യൂറോപ്പ്, റീജിയണൽ അസംബ്ലി ഫോർ ആഫ്രിക്ക, റീജിയണൽ അസംബ്ലി ഫോർ അമേരിക്ക, റീജിയണൽ അസംബ്ലി ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്കതിലെ വരുന്നത്. പിന്നെ വരുന്നത് റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് ആണ്. അതിലെ ഓരോ റീജിയണും ഇറ്റ്സ് ഓൺ റീജിയണൽ ബോർഡ് ഉണ്ടായിരിക്കും. അതിലും നമുക്ക് ഒരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഇലക്റ്റഡ് ബൈ റീജിയണൽ അസംബ്ലിയാണ് വരുന്നത്. 4 ഇയർ തന്നെയാണ് അതിൻ്റെയും ടെന്യൂവർ. ബോർഡ് ഡിഫറെൻറ്റ് നെയിമിലാണ് ഡിഫറെൻറ്റ് റീജിയണിൽ അറിയപ്പെടുന്നത്. ഈ ബോർഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ്റെ മുകളിൽ റെക്കമെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ റീജിയണൽ ലെവലിൽ പ്രോഗ്രാംസും ആക്ടിവിറ്റീസൊക്കെ നടപ്പിലാക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. റീജിയണൽ ഫിനാൻസ്, അപ്പോൾ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളാണ് ആരെ ഹാൻഡിൽ ചെയ്യുന്നത്? റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് ചെയ്യുന്നത്. അപ്പോൾ അത് റീജിയണൽ അസംബ്ലിക്ക് താഴെ വരുന്നതാണ് റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റീജിയണും ഓരോരോ ബോർഡ് ഉണ്ടായിരിക്കും. അതാത് റീജിയണിലെ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു റീജിയണൽ ബോർഡ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയാണ്. അതിലെ 3 മുതൽ 5 മെമ്പേഴ്സാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത്. ജനറൽ അസംബ്ലിയിൽ നിന്ന് തന്നെയാണ് അവരെയും തിരഞ്ഞെടുക്കുന്നത്. ജനറൽ അസംബ്ലിയിലുള്ള അവരുടെ മെമ്പർ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റിയിൽ വരിക. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷന് പ്രാധാന്യമായിട്ടുള്ള മാറ്റേഴ്സിലെ റിപ്പോർട്ട് നൽകുക. അത്രയാണ്. അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.